അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ഉടയാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ട്രിക്കും കൂടെ ഞാൻ ഇതിനകത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗ്ലാസ് റൈസ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. 15 മിനിറ്റാണ് ഞാൻ ഈ റൈസ് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് 6 കപ്പോളം വെള്ളം ഇതുപോലെ ഒരു പോട്ടിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ റൈസ് ഒത്തിരി കുക്കാകാൻ പാടില്ല. ഓവർ കുക്കായി കഴിഞ്ഞാൽ നമ്മൾ മിക്സിങ് സമയത്ത് റൈസ് ഉടഞ്ഞു പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് കുക്കാവുന്ന സമയത്ത് തന്നെ നമ്മളിത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിലുള്ള ഫ്രൈഡ് റൈസ് ആയിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ ഇത് 2 മിനിറ്റ് കൂടുതൽ ഡ്രെയിൻ ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം വാർന്നു കഴിയുമ്പം ഇതുപോലെ 2 പ്ലേറ്റിനകത്തേക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് മിക്സിങ് മസാല റെഡിയാക്കുന്ന സമയം ഇതൊന്ന് ഫ്രീസറിനകത്ത് വെക്കുക. നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിനകത്ത് ആ വെജിറ്റബിൾസ് മിക്സ് ചെയ്യുന്ന അത്രയും സമയം മാത്രം കേട്ടോ ഒന്ന് ഫ്രീസറിനകത്ത് വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു 6 ബീൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ സ്ക്വയറായി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പൊട്ടറ്റോ എല്ലാവരും ഫ്രൈഡ് റൈസിനകത്ത് ഇടാറില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിനകത്ത് ഇടാറുണ്ട്. ഇനി ഇതിനകത്തേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ഒരു സവോളയും ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ക്യാബേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്, പക്ഷേ ഇവിടെ ക്യാബേജ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ക്യാബേജ് ചേർത്തില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് 2-3 മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലോട്ട് തന്നെ ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ വേവാൻ അത്യാവശ്യം സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം, കരിഞ്ഞു പോകാതെ നോക്കാം. ഇനി നമുക്കിതിലേക്ക് ബീൻസും കൂടെ ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ഒണിയനും നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കോയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസിന് അധികം കുക്കാവേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇതിട്ടൊന്ന് വേവിച്ചാൽ മതി. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും കുക്കായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൂടെ ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിങ് കറക്റ്റായിട്ട് വരില്ല. ഇനി ഞാനിതിലേക്ക് ഒരു പ്ലേറ്റിലുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെജിറ്റബിൾസിൻ്റെ പകുതിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യാം, നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സിങ് കറക്റ്റായിട്ട് വന്നാൽ എല്ലാ റൈസിലോട്ടും വെജിറ്റബിൾസിൻ്റെയും സോയാ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ബാക്കിയുള്ള റൈസും വെജിറ്റബിൾസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പ് ഇതുപോലെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ റൈസിന് ഒരു മയം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഒഴിക്കുന്ന ഓയിലിൻ്റെ അളവ് കുറവാണെങ്കിൽ റൈസിനൊരു മയം തോന്നത്തില്ല. അപ്പം നമുക്ക് ഈ സമയത്ത് എന്താണോ കുറവുള്ളത്, കുരുമുളക് പൊടിയോ സോയാ സോസോ എന്താണ് നിങ്ങൾക്ക് കുറവുള്ളത് തോന്നുന്നത് വെച്ചാൽ അതൊന്ന് ഇട്ടിട്ട് റൈസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചില്ലി ചിക്കൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.